ഹായ് മക്കളെ. അപ്പം നമ്മൾ കെമിസ്ട്രീൻ്റെ ഏറ്റവും അവസാനത്തെ നിങ്ങളുടെ ലാസ്റ്റ് ചാപ്റ്റർ 7th ചാപ്റ്റർ സം കോമ്പൗണ്ട്സ് ഓഫ് ഇൻഡസ്ട്രിയൽ ഇമ്പോർട്ടൻസ് ഇതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഒന്ന് ചുറ്റും നോക്കിക്കേടാ, നമുക്ക് കുറേ ഞാൻ പറഞ്ഞായിരുന്നു നമ്മുടെ നിലനിൽപ്പ് തന്നെ കെമിസ്ട്രിയിലാണ്. അതായത് കെമിസ്ട്രി ഒരു ആറ്റം ആണ്. കെമിസ്ട്രിയിൽ നമ്മൾ ഏറ്റവും ബേസ് ആയിട്ട് പഠിക്കുന്ന സാധനമാണ് ആറ്റം. ഒരു മാറ്റർ ഉണ്ടാവണമെങ്കിൽ, അതായത് നമ്മൾ ഈ കാണുന്ന ലോകത്തുള്ള എന്ത് സാധനം ഉണ്ടാവണമെങ്കിലും അതിൽ എന്താണ് എല്ലാ സാധനവും ഉണ്ടായിരിക്കുന്നത്, നമ്മുടെ മാറ്റേഴ്സ് എല്ലാം ഉണ്ടായിരിക്കുന്നത് ആറ്റംസിൽ നിന്നാണ് അല്ലേ. ആറ്റംസ് കൂടി മോളിക്യൂൾസ് ആവണു, ആ മോളിക്യൂൾസ് കോമ്പൗണ്ട് ആവണു. അപ്പം നമ്മൾ ഈ ചുറ്റും അതായത് എവിടെ തിരിഞ്ഞാലും നമ്മൾ കാണുന്ന വസ്തുക്കളെല്ലാം വരുന്നത് ഈ ആറ്റംസിൽ നിന്നാണ്. നോക്കുമ്പോൾ ചുറ്റുപാടും കെമിസ്ട്രിയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കെമിസ്ട്രിക്ക് മൾട്ടിപ്പിൾ ഫീൽഡിൽ കെമിസ്ട്രിയുടെ ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതായത് നമ്മൾ മെഡിസിനൽ ഫീൽഡിലുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ മോട്ടോർ ഫീൽഡ്, ഇൻഡസ്ട്രിയൽ ഫീൽഡിലുണ്ട്, ഈവൻ ഫുഡ് സെക്ടേഴ്സ്, അഗ്രികൾച്ചർ സെക്ടേഴ്സിൽ, അങ്ങനെ വേണ്ട തുടങ്ങിയ എല്ലാ ഫീൽഡിലും കെമിസ്ട്രിയുടെ ആപ്ലിക്കേഷനാണ് നിറഞ്ഞു നിൽക്കുന്നത്. കാരണം ഒരു ഫീൽഡിൽ പോലും കെമിസ്ട്രി ഒഴിച്ചു മാറ്റി നിർത്താൻ പറ്റില്ല. ഹെൽത്ത് ആയാലും നമ്മളുടെ ട്രാൻസ്പോർട്ടേഷൻ ആണെങ്കിലും എല്ലാ കാര്യത്തിലും ഈ കെമിക്കലായിട്ട്, അതായത് ട്രാൻസ്പോർട്ടേഷൻ സ്ഥലത്താണെങ്കിൽ മെറ്റൽസ് കാര്യങ്ങൾ വേണം, മെറ്റലർജി നമ്മുടെ കെമിസ്ട്രിയുടെ സംഭവം. പിന്നെ മെഡിസിൻസ് എന്ന് പറയുന്ന ഡ്രഗ്സ് എന്ന് പറയുന്ന സാധനമേ നമ്മുടെ കെമിക്കൽസ് ആണ്. കെമിക്കൽസും കൊണ്ടുള്ള കളിയാണ്. പിന്നെ ബാറ്ററി, അങ്ങനത്തെ ഫ്യൂവൽസ് എന്ന് പറഞ്ഞു പോരുമ്പോൾ അതും നമ്മുടെ കെമിസ്ട്രിയിൽ കയറും. അങ്ങനെയാണെങ്കിൽ ഓരോ ഇനി നിങ്ങൾ ബയോളജി എടുക്കുക, അതിനകത്ത് കെമിസ്ട്രി ഉണ്ട്. ഫിസിക്സ് എടുക്കുക, ഫിസിക്കൽ കെമിസ്ട്രി, അതിനകത്തും കെമിസ്ട്രി ഉണ്ട്. എന്ന് വേണ്ട എല്ലായിടത്തും എല്ലാ സെക്ടേഴ്സിലും കെമിസ്ട്രി കൂട്ടാതെ നമുക്ക് ഒഴിവാക്കി എടുക്കാൻ പറ്റില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മളുടെ മനുഷ്യൻ്റെ ഏറ്റവും നിലനിൽപ്പ് എന്ന് വരുന്നത് ഫുഡിലാണ്. എന്താണ്, കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളിലാണ്. അപ്പോൾ ഈ ഫുഡ് എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്? സ്വാഭാവികമായിട്ട് നമുക്ക് കൃഷി ചെയ്താൽ കിട്ടുന്നത്, അതായത് അഗ്രികൾച്ചറിൽ. ഈ കെമിസ്ട്രീനെ സംബന്ധിച്ചോളം ഏറ്റവും അഗ്രികൾച്ചർ സെക്ടർ എന്ന് പറയുന്നത് മനുഷ്യരാശിയുടെ നിലനിൽപ്പിൻ്റെ തന്നെ ഒരു ഭാഗമാണല്ലോ. അതിനകത്ത് കെമിസ്ട്രിയുടെ ആപ്ലിക്കേഷൻ ഒഴിച്ചുകൂടാനാവാത്തതാണ്. അതായത് നമ്മൾ കൃഷി എന്ന് പറയുന്നത് ഇപ്പം ഉണ്ടായി വന്ന, അതായത് ടെക്നിക്കലായിട്ട് കമ്പ്യൂട്ടറും കാര്യം IT ഒക്കെ വന്നിട്ട് ഇപ്പോൾ ഒന്ന് വന്നുള്ളേ ഉള്ളൂ. ഇത് IT ആ യുഗമാണ്, മോഡേൺ ആയിട്ടുള്ള. എന്നാൽ വർഷങ്ങൾക്ക് മുമ്പ്, അതായത് അതിപുരാതനമായ ഒരു മനുഷ്യൻ്റെ ഒരു തൊഴിലാണ്. അതായത് ഭക്ഷണം കഴിക്കാണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. വെള്ളവും നമ്മുടെ ഭക്ഷണവും അതുപോലെ തന്നെ പാർപ്പിടവും, ഇതൊക്കെയാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള നീഡ്സ് എന്ന് പറയുന്നത്. അപ്പം അതിനകത്ത് ഫുഡ് ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അപ്പം ഈ ഫുഡ് കിട്ടുന്നത് എങ്ങനെയായിരുന്നു? കൃഷി ചെയ്താണ്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പുരാതനപരമായിട്ട് തന്നെ, അതായത് പുരാതനം എന്ന് പറഞ്ഞാൽ ഏൻഷ്യൻ ടൈംസിൽ തന്നെ നമ്മൾ കൃഷിയിലൂടെയാണ് ഡെവലപ്പ് ആയത്. അപ്പം ഈ കൃഷി എന്ന് പറയുന്ന സാധനം, അതായത് അഥവാ അഗ്രികൾച്ചർ സെക്ടറിൽ ഞാൻ പറഞ്ഞു കെമിസ്ട്രിയുടെ ആപ്ലിക്കേഷൻസ് വളരെ കൂടുതലാണ്. അതിനകത്ത് എങ്ങനെ ആപ്ലിക്കേഷൻസ് വരണേന്ന് വെച്ചാൽ, പണ്ട് കാലങ്ങളിലൊക്കെ കൃഷി ചെയ്തപ്പോൾ കൃഷിക്ക് മുമ്പേ ചുമ്മാ നമ്മളിങ്ങനെ മണ്ണിൽ വന്നു, എന്നിട്ട് ഒരു വിത്ത് എടുത്തിട്ടു, നാളെ തയ്യായി, അങ്ങനെയല്ല. അതിനകത്ത് കുറേ കാര്യങ്ങളുണ്ട്. അതായത് ആദ്യം തന്നെ നമ്മൾ നടുന്ന എന്ത് വിത്താണോ, അതായത് ഗോതമ്പോ, നമ്മളിവിടെ ഏറ്റവും കൂടുതൽ നെല്ലോ അല്ലെങ്കിൽ എന്ത് വിത്താണെങ്കിലും അതിന് പറ്റുന്ന രീതിയിലുള്ള ഒരു സോയിലായിരിക്കണം. നമ്മൾ ആപ്പിൾ ഉണ്ടാവുന്നത് നല്ല എന്താ പറയുക, മഞ്ഞ് ഒക്കെ ഉള്ള, അതായത് ഹൈ ടെമ്പറേച്ചർ കുറഞ്ഞ പ്രദേശങ്ങളാണ് ആപ്പിൾ കിട്ടുന്നത്. കശ്മീരി ആപ്പിളൊക്കെ കേട്ടിട്ടില്ലേ നിങ്ങൾ? അല്ലെങ്കിൽ പുറത്തെ കൺട്രീസ് എന്ന് പറയുമ്പോൾ ഈ നല്ല മഞ്ഞൊക്കെ ഉള്ള കൺട്രീസിലാണ് നമുക്ക് ആപ്പിളൊക്കെ കിട്ടുന്നത്. അതുകൊണ്ട് ഇവിടെ കൊണ്ട് നട്ട് കഴിഞ്ഞാൽ അത് വളരുമോ? ഇപ്പോഴത്തെ ടെക്നോളജി പ്രകാരമായിട്ട് ഞാൻ പറയും, ഞാൻ കുറേ കാര്യങ്ങൾ നമ്മൾ അഡ്വാൻസ് ചെയ്തിട്ടുണ്ട്. എന്നാലും അതായത് ഓരോ വസ്തുക്കൾക്കും അതിൻ്റെ ഫീച്ചർ ഉണ്ട്. ബേസിക്കലി ഈ പറയുന്ന പ്ലാന്റ്സ് അവർക്ക് വേണ്ട ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള ന്യൂട്രിയൻസും കാര്യങ്ങളും എടുക്കുന്നത് സോയിൽ നിന്നാണ്, അതായത് മണ്ണിൽ നിന്നാണ്. അവർക്ക് വേണ്ട ഭക്ഷണം, അവർക്ക് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ എടുക്കണം. നമ്മൾ ഫുഡിൽ നിന്ന് എടുക്കുന്ന പോലെ നമുക്ക് കുറേ ന്യൂട്രിയൻസും കാര്യങ്ങളൊക്കെ വേണ്ടേ? പ്രോട്ടീൻസ് വേണം, ന്യൂട്രിയൻസ് വേണം, കാർബോഹൈഡ്രേറ്റ്സ് വേണം. അതുപോലെ തന്നെ ഈ പറയുന്ന സെയിം സാധനങ്ങൾ തന്നെ പ്ലാന്റ്സിനും വേണം. അവർക്ക് കിട്ടുന്ന എവിടെ നിന്നാ? സോയിലിൽ നിന്നാണ്. അപ്പോൾ ഓരോ പ്ലാന്റ്സിനും അവർക്ക് പറ്റുന്ന രീതിയിൽ ആ സോയിൽ ആദ്യം ആക്കിയെടുക്കുക എന്നുള്ളതാണ് കൃഷിൻ്റെ, അതായത് അഗ്രികൾച്ചർ ചെയ്യുന്ന ഒരു കർഷകൻ്റെ പ്രധാന ആവശ്യം. അതായത് പിന്നെ രണ്ടാമതാണ് ഈ വെള്ളം വരുന്നത്. അതായത് കൃഷി ചെയ്യുന്ന സ്ഥലത്തിലേക്ക് വെള്ളം വേണമല്ലോ, വെള്ളം ഇല്ലാണ്ട് ചെടി വാടിപ്പോവും. അപ്പോൾ ആ വെള്ളത്തിനുള്ള സംവിധാനം ഉണ്ടോ എന്ന് നോക്കും. പിന്നെ നോക്കുന്നത് അവരുടെ ഈ സോയിൽ ആ ക്രോപ്പിന് വളരാൻ പറ്റുന്ന രീതിയിൽ സ്യൂട്ടബിൾ ആക്കി എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ക്രോപ്പിന് എല്ലാ ക്രോപ്സും എന്തുകൊണ്ടാണ് ഇവിടെ വളരാത്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ,
ഓരോ ക്രോപ്സിനും അതിൻ്റെ ബേസിക് അല്ലെങ്കിൽ അതിൻ്റെ pH കണ്ടന്റ് ഡിഫറെൻ്റ് ആണ്. ചിലതിനെ സംബന്ധിച്ചോളം കുറച്ചുകൂടെ അസിഡിക് ആയിട്ടുള്ള സോയിലായിരിക്കും വേണ്ടത്. ചിലതിനെ സംബന്ധിച്ചോളം കുറച്ചുകൂടെ എന്താ പറയുക ഈ ബേസിക് മീൻസ് ആൽക്കലൈൻ ആയിട്ടുള്ള സോയിലായിരിക്കും വേണ്ടത്. നിങ്ങൾ ട്രാവൽ ഒരുപാട് വേറെ നാട്ടിലോ അല്ലെങ്കിൽ ദൂരേക്കൊക്കെ അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ അവിടെ ഇവിടെയും പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മണ്ണ് നോക്കി അറിയാം. ഓരോ മണ്ണിൻ്റെ നിറവും വ്യത്യസ്തമാണ്. കുട്ടനാട്ടിലൊക്കെ മണ്ണ് നല്ല ബ്ലാക്ക് കളറിലാണ്. കാരണം അവിടെ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അയേണിൻ്റെ ഡെപ്പോസിറ്റ് വളരെ കൂടുതലാണ്. അതുപോലെ നിങ്ങൾ ഓരോ അടുത്തേക്കും ട്രാവൽ ചെയ്യുമ്പോൾ ഓരോ മണ്ണിൻ്റെ കളറും അതുപോലെ മണ്ണിൻ്റെ ഗുണവും വേറെയാണ്. ചില സ്ഥലങ്ങളിൽ അതായത് മണ്ണൊക്കെ വാങ്ങുമ്പോൾ കൃഷി മര്യാദയ്ക്ക് മോശമാവണു, നടക്കുന്നില്ല എന്ന് പറയുമ്പോൾ ആ മണ്ണ് ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കും. അപ്പോൾ അവർ ടെസ്റ്റ് ചെയ്യുന്ന ഈ മണ്ണിൻ്റെ pH ലെവൽ അതുപോലെ അതിനകത്ത് എന്തൊക്കെ അടങ്ങിയിട്ടുണ്ട് എന്നൊക്കെ നോക്കിയിട്ടാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാവും അതിൽ ഇന്നത് കുറവുണ്ട്, അതുകൊണ്ടാണ് നമുക്ക് നടുമ്പം വേണ്ടി പോലെ നല്ല വിളവ് കിട്ടാത്തതെന്ന് പറയും. അതായത് ഞാനിപ്പോൾ എൻ്റെ കൂടെ തന്നെ മറ്റൊരാളും കൃഷി ചെയ്യാണ്. അയാളിപ്പോൾ തൃശ്ശൂരാന്ന് വെക്കുക, അല്ലെങ്കിൽ അയാൾ കൊല്ലത്താണ്. അയാളും ചീര നട്ടു, ഞാനിവിടെ എറണാകുളത്തും ചീര നട്ടു. പക്ഷെ അയാൾക്ക് നല്ല കുറേ ചീര ഉണ്ടായി, പക്ഷെ എനിക്ക് കുറച്ചുള്ളൂ. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കൊല്ലത്ത് മണ്ണിൻ്റെ അവളുടെ ഒരു ബീച്ച് സാൻഡാണ്, അതായത് ഒരുതരം മണൽത്തരികളാണ്. അവിടെ ഞാൻ ഈ പറഞ്ഞ പോലെ അയേണിൻ്റെ ഡെപ്പോസിറ്റ് കൂടുതലാണ്. അപ്പോൾ ഈ ചീര പോലത്തെ സബ്സ്റ്റൻസിന് വെജിറ്റബിൾസിന് അയേണിൻ്റെ ഭയങ്കരമായിട്ട് വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ നല്ല വിളവുണ്ടായി. പക്ഷെ ഈ മണ്ണിൽ ഈ എറണാകുളം ഭാഗത്തുള്ള ഈ മണ്ണിൽ അത് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല വിളവ് കിട്ടിയില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യും? അങ്ങനെ വരുമ്പോൾ എനിക്ക് ഇനിയിപ്പോൾ അതിന് വേണ്ടിയിട്ട്, അതായത് ചീരയുടെ വിളവ് കൂട്ടാൻ വേണ്ടിയിട്ട് ഒന്നാമത് എനിക്ക് കടമൊക്കെ കയറിയിട്ടായിരിക്കും ഞാൻ കൃഷിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവുക. ഇനിയിപ്പോൾ എനിക്ക് വിളവ് കൂടാൻ വേണ്ടി അവിടെ പോയി വേറെ സ്ഥലം വാങ്ങിച്ച് എനിക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യണം? ഈ മണ്ണിനെ ആ രീതിയിലേക്ക് എനിക്ക് അതായത് അവിടുത്തെ ആ വിളക്കൂറോളം, അവിടെ നല്ല വിളക്കൂറുള്ള മണ്ണ് പോലെ എനിക്ക് ഇവിടുത്തെ മണ്ണിനെ സെറ്റ് ചെയ്തെടുക്കണം. അങ്ങനെ സെറ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കളാണ് മക്കളെ ഈ പറയുന്ന, അതായത് ഫെർട്ടിലൈസേഴ്സ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സബ്സ്റ്റൻസ് ആണ് ഈ പറയുന്ന ഫെർട്ടിലൈസേഴ്സ്, അതായത് മാനുവൽസ്. പണ്ട് കാലങ്ങളിൽ നമ്മൾ ഈ ചെടികൾക്ക് കൗഡങ്, അതായത് ചാണകം, അതുപോലെ തന്നെ നമ്മളുടെ ആഷില്ലേ, ചാരം, ഇതൊക്കെ പിന്നെ എന്താ പറയുക കമ്പോസ്റ്റ്, ഫുഡ് വേസ്റ്റും പിന്നെ കരിയിലകളും ഇതൊക്കെ തന്നെ മണ്ണിൽ മിക്സ് ചെയ്ത് പിന്നെ മണ്ണിര എർത്ത്വർമ്സിൻ്റെ സഹായത്തോടു കൂടി ഈ മണ്ണിനെ വളക്കൂറാക്കുമായിരുന്നു അവർ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ തൊട്ട് മുമ്പേ പറഞ്ഞു, നമ്മുടെ ഈ ഫുഡിന്, അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന്, നമ്മളെന്തിനാ ഭക്ഷണം കഴിക്കുന്നത്? നമുക്ക് ന്യൂട്രിയൻസ് കിട്ടാനാണ്. നിങ്ങളുടെ ജങ്ക് ഫുഡൊന്നും അല്ല ഞാൻ പറയണത്, ലേസ്, ബിങ്കോ അതൊക്കെ മാറ്റി വയ്ക്ക്, ഇതൊന്നും കിട്ടാനില്ല. ഞാൻ പറയുന്നത് അല്ലാത്ത അമ്മമാരും അറിയില്ലേ, വല്ലതും വീട്ടിലുണ്ടാക്കി കഴിക്കുക, നല്ലത് ഉണ്ടാക്കി കഴിക്കാമെന്ന്. അപ്പോൾ അതുപോലത്തെ സാധനങ്ങൾ അതിനകത്തുനിന്ന് നമുക്ക് ബേസിക്കലി എന്താ വേണ്ടത്? കുറേ ചോറ്, ഇതിൽ നിന്നൊക്കെ കിട്ടുന്ന നമ്മുടെ ശരീരത്തിന് വേണ്ട ഫോസ്ഫറസ്, അതുപോലെ സിങ്ക്, മെഗ്നീഷ്യം, പിന്നെ ഒമേഗ-3 അങ്ങനത്തെ കുറേ സബ്സ്റ്റൻസ് ആണ്. ഇതുപോലെ പ്ലാന്റ്സിനും വേണ്ട ഇമ്പോർട്ടൻ്റ് ആയ സാധനമാണ് നൈട്രജൻ, അതുപോലെ തന്നെ കാർബൺ ഡെപ്പോസിറ്റ്, സിങ്ക്, ഫോസ്ഫറസ്, പൊട്ടാസ്യം, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ പ്ലാന്റ്സിനും ആവശ്യമാണ്. അപ്പോൾ ഈ കൗഡങ്, ആഷ് തുടങ്ങിയ സാധനങ്ങൾ ഞാൻ ആഡ് ചെയ്യുന്നതിലൂടെ പ്ലാന്റ്സിന് ഇത്തരം വസ്തുക്കൾ അതിന് കിട്ടും. അങ്ങനെയാണ് ഞാൻ സോയിൽ റെഡിയാക്കി എടുക്കുന്നത്. അപ്പം ഇത് പണ്ടത്തെ ഓർഗാനിക് മെത്തേഡാണ്. അതായത് ഇപ്പോഴും യൂസ് ചെയ്യും, ഓർഗാനിക് ഫാമിംഗ് എന്നൊക്കെ കേട്ടിട്ടില്ല. അല്ലെങ്കിൽ നിങ്ങൾ മാളിലൊക്കെ ചെല്ലുമ്പോൾ ഓർഗാനിക് ഫുഡ്, അതായത് ഓർഗാനിക് ആയിട്ടുള്ള ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്ത് ഉണ്ടാക്കുന്ന ഫുഡാണ് ഓർഗാനിക് ഫുഡ് സബ്സ്റ്റൻസ്. പക്ഷേ കുറച്ചുകൂടെ നമ്മുടെ പോപ്പുലേഷനൊക്കെ കൂടിയുണ്ട്, ഈൽഡ് കൂട്ടാനും അതുപോലെ അതിനെ വർദ്ധിപ്പിക്കാനും നന്നായിട്ട് ഇതാക്കാനും വേണ്ടിയിട്ട് നമ്മുടെ അതായത് കെമിസ്ട്രിയുടെ സഹായം തേടി അഗ്രികൾച്ചർ സെക്ടർ. അതുകൊണ്ടാണ് നമ്മൾ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് കൊണ്ടുവന്നു. അപ്പോൾ ഈ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിൻ്റെ പരിപാടിയും ഈ സെയിം തന്നെയാണ്. നമ്മൾ ഈ പറയുന്ന പോലെ ഈ കെമിക്കലായിട്ടുള്ള മാനുവൽസ് അതിനകത്ത് കോൺസെൻട്രേറ്റ് ആയിട്ട്, അതായത് നമ്മൾ കൗഡങ്ങിനകത്ത് ഇതൊക്കെ ചെറിയ ചെറിയ മൈന്യൂട്ട് കണ്ടൻസിൽ അടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇതിനെ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്ത് ഒരു കോൺസെൻട്രേറ്റ് ആക്കി എടുത്തിട്ടാണ് നമ്മൾ എന്താ പറയുക കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഇന്നത്തെ കാലത്ത് ആഡ് ചെയ്തു. അപ്പം അഗ്രികൾച്ചർ സെക്ടറിൽ കെമിസ്ട്രിയുടെ ആപ്ലിക്കേഷൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെർട്ടിലൈസേഴ്സ്, അത് മാത്രമല്ല പെസ്റ്റിസൈഡ്സിലും കെമിസ്ട്രിയുടെ ആപ്ലിക്കേഷൻ വരുന്നുണ്ട്. ഇനി നമ്മൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന ഇന്നത്തെ കാലത്ത് നമ്മൾ കൃഷിയിലൊക്കെ നമ്മൾ നല്ല ഈൽഡ് ഉണ്ടാക്കുന്നത്, നമ്മുടെ സോയിൽ റെഡിയാക്കുന്നത്. അങ്ങനെ നോക്കിയാൽ ഞാൻ പറഞ്ഞു പ്ലാന്റ്സിന് കുറേ സാധനങ്ങൾ വേണം എന്ന് പറഞ്ഞു, സിങ്ക് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു.
ഇവയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട സാധനം, നമുക്ക് നമ്മളുടെ കാലത്തിലാണെങ്കിൽ ഏറ്റവും എനർജി തരുന്ന സാധനം കാർബോഹൈഡ്രേറ്റ്സ് എന്നൊക്കെ പറയും, പ്രോട്ടീൻസ് എന്ന് പറയും, അല്ലെങ്കിൽ കാർബ് കുറയ്ക്കണം. ഇപ്പോഴത്തെ ആൾക്കാരൊക്കെ സ്ലിം ബ്യൂട്ടീസ് ആവാനും അതുപോലെ തന്നെ ബോഡി ട്രെയിനിങ് ഒക്കെ എടുക്കുന്നവരല്ലേ. അപ്പോൾ കാർബ് കുറയ്ക്കണം, അല്ലെങ്കിൽ എന്താ പറയുക, പ്രോട്ടീൻ കൂട്ടണം, അങ്ങനെയൊക്കെ പറയും. എനിവേ, അതുപോലെ പ്ലാന്റ്സിൻ്റെ കാര്യത്തിൽ പ്ലാന്റ്സിന് ഏറ്റവും നെസസറി ആയിട്ടുള്ള ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൈട്രേറ്റ്സ് ആണ്. അതായത് നൈട്രജൻ ബേസ്ഡ് കോമ്പൗണ്ട്സ് ആണ് പ്ലാന്റ്സിന് ഏറ്റവും നെസസറി. അതിനകത്ത് തന്നെ നൈട്രജൻ ബേസ്ഡ് കോമ്പൗണ്ട്സിനകത്ത് നൈട്രജൻ ഉള്ള ഒരു മെയിൻ ആയിട്ടൊരു കോമ്പൗണ്ട് എന്ന് പറയുന്നത് അമോണിയയാണ്. എന്ത് സാധനമാണ്? അമോണിയയാണ്. അപ്പോൾ ഈ അമോണിയ ഇതുപോലെ ഞാൻ പറഞ്ഞു ഇത് ഇത്രയും അഗ്രികൾച്ചർ സെക്ടേഴ്സിലൊക്കെ ആവശ്യം വരുന്നതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അതെവിടെയാണ് നമ്മൾ ബൾക്കായിട്ട്, നല്ല രീതിക്ക് അത് ബൾക്കായിട്ട് നിർമ്മിക്കും അമോണിയക്ക്. ഈ അഗ്രികൾച്ചർ സെക്ടറിൽ മാത്രമല്ല വേറെയും കുറേ സെക്ടേഴ്സിൽ വരും. പക്ഷെ അഗ്രികൾച്ചർ സെക്ടർ എന്ന് പറയുമ്പോൾ ഒരു വലിയ ഹ്യൂജ് ആണ്. അപ്പോൾ പോപ്പുലേഷൻ്റെ തന്നെ ഒരു ഭാഗം ആയതുകൊണ്ട് തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ആദ്യത്തെ നിങ്ങളുടെ കോമ്പൗണ്ട് എന്ന് പറയുന്നത് അമോണിയാണ്. ആ അമോണിയനെയാണ് നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ നോക്കാൻ പോകുന്നത്. അപ്പോൾ അമോണിയ ഗ്യാസിനെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു രീതിയാണ്, ഒരു പ്രിപ്പറേഷനാണ് ഞാനിവിടെ ഇക്വേഷൻ വഴി എഴുതി വെച്ചേക്കുന്നത്. അതായത് എനിക്ക് 2NH4Cl അതുപോലെ തന്നെ CaOH കൂടെ കൂട്ടിയപ്പോൾ എനിക്ക് CaCl2 2NH3 അതുപോലെ തന്നെ 2H2O കിട്ടി. നിങ്ങളിവിടെ നോക്കിക്കേ, സൂക്ഷിച്ചു നോക്കിക്കേ, ഈ സാധനത്തെ കാണുന്നുണ്ടോ? എടാ, ഇതാടാ നമ്മുടെ അമോണിയ. ഈ NH3 ആണ് എൻ്റെ അമോണിയ എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഇവിടെ യൂസ് ചെയ്തേക്കുന്ന സാധനം ഈ 2NH4 എന്ന് പറയുന്നത് അമോണിയം ക്ലോറൈഡ് ആണ്. എന്താണ്? അമോണിയം ക്ലോറൈഡ് ആണ്. അമോണിയം ക്ലോറൈഡും അതുപോലെ തന്നെ കാൽഷ്യം ഹൈഡ്രോക്സൈഡ്, ഇയാളാരാ? കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ആണ്. അമോണിയം ക്ലോറൈഡും അതുപോലെ തന്നെ കാൽഷ്യം ഹൈഡ്രോക്സൈഡും ഞാൻ റിയാക്ട് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ സാധനമാണ് ഒന്ന് കാൽഷ്യം ക്ലോറൈഡ്. നമുക്ക് താല്പര്യമില്ല, പുള്ളി ഡെപ്പോസിറ്റ് ആയിട്ട് അവിടെ ശല്യപ്പെടുത്താണ്ടിരുന്നോളൂ. അടുത്തയാളാണ് അമോണിയ. ആൻഡ് ഈ അമോണിയ വന്ന് ഒരു ഗ്യാസ് സ്റ്റേറ്റിലായിരിക്കും ഫോം ആയേക്കുന്നത്. അതുപോലെ തന്നെ പിന്നെ എനിക്ക് കിട്ടിയത് ഇയാളെ ഞാൻ പറഞ്ഞു തരൂല, കാരണം ഏത് ഉറക്കത്തിലും ഒരു കെമിസ്ട്രിക്കാരനോട് ചോദിച്ചു കഴിഞ്ഞാൽ 2 Hഉം അതുപോലെ ഒരു Oയും എന്താണെന്ന് ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും പറയണം വെള്ളമെന്ന്, അതായത് വാട്ടറും കിട്ടി. അപ്പോൾ ഇതാണ് എൻ്റെ പ്രൊഡക്ട്സ് ആയിട്ട് എനിക്ക് ഫോം ചെയ്തേക്കുന്നത്. അപ്പോൾ ഇങ്ങനെയും എനിക്ക് ലബോറട്ടറി, അതായത് ഇത് നമ്മൾ ഇൻഡസ്ട്രിയിൽ നമ്മൾ യൂസ് ചെയ്യില്ല, കാരണം ഈ പ്രൊസീജിയർ കുറച്ച് ലോങ് ആണ്. അതുപോലെ തന്നെ കുറച്ച് അളവിലാണ് അമോണിയ പ്രിപ്പയർ ആവുന്നത്. ഇത്രയും അമോണിയ നമുക്ക് അതായത് ഇത്രയും ബൾക്കായിട്ട് ഇൻഡസ്ട്രിയിൽ നമ്മൾ ഫോം ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് ഈൽഡ് വേണം. അപ്പോൾ ഇത് ഇൻഡസ്ട്രിയിലല്ല, ലബോറട്ടറി സെറ്റപ്പിൽ നമ്മുടെ ലാബിലൊക്കെ, കെമിക്കൽ ലാബ്സിലെ, നിങ്ങൾ കുഞ്ഞുമക്കളായതുകൊണ്ട് ഇപ്പോൾ ലാബിലേക്കൊന്നും കയറിയിട്ടുണ്ടാവില്ല, പക്ഷേ ഒരു +1 +2 കയറുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് ഡിഗ്രി ഒക്കെ എടുക്കുകയാണെങ്കിൽ ലബോറട്ടറിയിൽ ഇങ്ങനത്തെ ഒരു സെറ്റപ്പിൽ പ്രിപ്പയർ ചെയ്യാനുണ്ടാകും. സോ ആ ഒരു പ്രിപ്പറേഷൻ മെത്തേഡാണ്, അതിൻ്റെ ഒരു ഇക്വേഷനാണ് ഈ കാണിച്ചേക്കണേ. അത് പ്രിപ്പയർ ചെയ്യണം എങ്ങനെയാണെന്നുള്ള ഒരു സെറ്റപ്പ് കാണിച്ചു തരാം. എന്താ ഇവിടെ നോക്കിക്കേടാ, ഇങ്ങനെയാണ് നമ്മൾ ലബോറട്ടറിയിൽ നമ്മളുടെ അമോണിയനെ പ്രിപ്പയർ ചെയ്യുന്നത്. ഞാൻ കുറച്ച് മുമ്പ് കാണിച്ചു തന്നില്ലേ നിങ്ങൾക്ക്, അമോണിയം ക്ലോറൈഡും അതുപോലെ തന്നെ നമ്മുടെ കാൽഷ്യം ഹൈഡ്രോക്സൈഡും യൂസ് ചെയ്തിട്ട് അമോണിയ പ്രിപ്പയർ ചെയ്യുന്ന അതിൻ്റെ ലബോറട്ടറി മെത്തേഡിൻ്റെ ഒരു പിക്ചറാണ് ഈ കൊടുത്തേക്കുന്നത്. നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് സെയിം പിക്ചർ ഉണ്ട് എക്സാക്ട്ലി, പക്ഷെ ആ പിക്ചർ തന്നെ, പക്ഷെ അതിൻ്റെ റിയൽ വേർഷൻ, മറ്റേത് റിയൽ വേർഷൻ, ഇത് റിയൽ വേർഷനാണ് ഞാൻ ഈ കാണിച്ചേക്കുന്നത്. ഇതിനകത്ത് ഞാൻ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഞാൻ ഇതിനെ പറയുന്ന റൗണ്ട് ബോട്ടം ഫ്ലാസ്ക് എന്നാണ്. ഒരു ഉണ്ട പോലെയല്ല ഇരിക്കുന്നത്, പുള്ളിന് ഇങ്ങനെ ഇരിക്കും കാണാൻ, ബോംബല്ല, റൗണ്ട് ബോട്ടം എൻ്റെ ഫ്ലാസ്ക് ആണ്. അതായത് പുള്ളിയുടെ ബോട്ടം ശരിക്കും റൗണ്ട് പോലെ, അതിങ്ങനെ വെക്കാൻ പറ്റില്ല, ഉരുണ്ട് കളിക്കും. അപ്പം ഇങ്ങനെ ഇരിക്കും, ഇതിനെ റൗണ്ട് ബോട്ടം ഫ്ലാസ്ക് എന്നാണ്. അപ്പം ഈ റൗണ്ട് ബോട്ടം ഫ്ലാസ്കിനകത്ത് ഞാൻ കുറച്ച് സാധനം ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ക്ലിയർ ആണോ എന്നറിയില്ല, കാരണം വൈറ്റ് കളറിലാണ് ഇരിക്കുന്നത്. കുറച്ച് വൈറ്റ് പൊടികളുണ്ട്, ഞാനൊരു ബ്ലൂ കളറിൽ ഇങ്ങനെ ഡോട്ട് ഇട്ട് കാണിച്ചു തരാം. ഇത്രയും ഈ റൗണ്ട് ബോട്ടം ഫ്ലാസ്കിനകത്ത് ഇങ്ങനെ ഒരു കുറേ വൈറ്റ് കളറിലൊരു സബ്സ്റ്റൻസ് കിടക്കണ കാണാം. ഈ സാധനം വേറെ ഒന്നുമല്ല, എൻ്റെ അമോണിയം ക്ലോറൈഡും അതുപോലെ തന്നെ കാൽഷ്യം ഹൈഡ്രോക്സൈഡിൻ്റെയും മിക്സ്ചറാണ്. അതായത് നമുക്ക് റിയാക്ട് ചെയ്യേണ്ടത് ഇവരാണല്ലോ, അമോണിയം ക്ലോറൈഡും അതുപോലെ തന്നെ കാൽഷ്യം ഹൈഡ്രോക്സൈഡും, ഇവരാണല്ലോ എനിക്ക് വേണ്ടത്. അപ്പോൾ ഇവരുടെ ഒരു മിക്സ്ചറാണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത്. ആൻഡ് ഇവിടെ നിന്ന് ഒരു ട്യൂബ് പോകുന്നുണ്ട്, കാണാലോ, ഒരു ട്യൂബ് ഇങ്ങോട്ട്
കണക്റ്റ് ആയിട്ട് പോയിട്ടുണ്ട്. ആൻഡ് ഇതെന്ന് പറയുന്നത് നമ്മൾ ലാബിലൊക്കെ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇതിന് ഒരു സ്പിരിറ്റ് ലാമ്പ് എന്ന് പറയും. ഇവിടെ സ്പിരിറ്റ് ലാമ്പ് യൂസ് ചെയ്താണ് നമ്മൾ ലാബിലൊക്കെ ഒരു വസ്തു ചൂടാക്കുന്നത്. ചെറിയ അളവിൽ നമ്മുടെ സ്റ്റൗ ഒക്കെ ഓൺ ചെയ്യുന്ന പോലെ നമുക്ക് ഹീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനകത്തുനിന്ന് ഇത് ബ്ലൂ കളറിലായോണ്ടാണ് കാണുന്നത്, ഇവിടെ നിന്ന് ഹീറ്റ് വരുന്നുണ്ട്. ഓക്കെ, അങ്ങനെ അതിനെ ഹീറ്റ് വന്ന് നമ്മൾ ഈ മിക്സ്ചറിനെ ഹീറ്റ് ആക്കും. ഹീറ്റ് ചെയ്യുമ്പോൾ എന്തുണ്ടാവും എന്നറിയോ? ഈ അമോണിയ വേപ്പറായിട്ട്, അമോണിയം വേപ്പറായിട്ട്, ഈ അമോണിയയും അതുപോലെ തന്നെ നമുക്ക് ആരൊക്കെയാണ് കിട്ടുന്ന പ്രൊഡക്റ്റായിട്ട്? അമോണിയയും അതുപോലെ തന്നെ വാട്ടറും നമുക്ക് കിട്ടും. കാൽഷ്യം ക്ലോറൈഡ് അവിടെ കിടന്നോളും. ഞാൻ പറഞ്ഞത് സെഡിമെന്റ് ആയിട്ട് അവിടെ കിടക്കും. അപ്പം അമോണിയം വാട്ടറും നമ്മളുടെ താഴത്തേക്ക് ഈ ട്യൂബിലൂടെ ഒഴുകി വരും. ഇങ്ങനെ ഗ്യാസ് സ്റ്റേറ്റിൽ, മറ്റതൊരു മിക്സ്ചർ സ്റ്റേറ്റിലായിരിക്കും. അപ്പം ഇത് വേപ്പറായിട്ട് ഈ ട്യൂബിലൂടെ അത് വന്ന് ഇവിടെ വന്ന് കളക്ട് ആവും. ഇവിടെ അമോണിയം വാട്ടറും ഉണ്ട്. ഈ അമോണിയം വാട്ടറും കൂടെ ക്ലബ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അമോണിയയുടെ ഈൽഡ് കുറയ്ക്കും. അതായത് അമോണിയയുടെ കെമിക്കൽ ഫോമിൽ ഓർത്ത് വെക്കണം, NH3 ആണ്. അമോണിയം അതുപോലെ തന്നെ വാട്ടറും കൂടെ റിയാക്ട് ആവാൻ ഇടയുണ്ട് ഇതിനകത്ത് വെച്ച്, കാരണം രണ്ടുപേരും കൂടെ ഒരുമിച്ചാണ് വരുന്നത്. അപ്പോൾ ഒരു അമോണിയം വാട്ടറും കൂടെ റിയാക്ട് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാൾക്ക് എന്ത് വരും? അവിടെ NH4+ അതുപോലെ തന്നെ OH- അയോൺസും പ്രൊഡ്യൂസ് ചെയ്യും. അതായത് അമോണിയം ഹൈഡ്രോക്സൈഡ് അയോൺസ്. ആദ്യം വരുന്നത് NH4OH ആണ് നമുക്ക് പ്രൊഡ്യൂസ് ആവുന്നത്. അത് ഡിസോസിയേറ്റ് ചെയ്യും. ഡിസോസിയേറ്റ് ചെയ്യുന്ന വെച്ചാൽ പൊട്ടിപ്പോകും. പൊട്ടിയിട്ട് NH4+ഉം OH- അയോൺസും ആയിട്ട് മാറും. അതായത് ഹൈഡ്രോക്സൈഡ് അയോൺസും അമോണിയ അയോൺസും. ഇതൊരിക്കലും അമോണിയ അല്ല, ആൻഡ് അത് ഭയങ്കര അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു അയോൺ ആണ്, അതായത് റിയാക്ട് ചെയ്യുന്ന സാധനമാണ്. അപ്പം ഇങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് കിട്ടേണ്ട അമോണിയയുടെ ഈൽഡ് കുറഞ്ഞു പോകും. ആകെ കുറച്ചേ കിട്ടണുള്ളൂ, ആ സാധനം പിന്നെയും കുറയും. അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ നിങ്ങൾ ടെക്സ്റ്റിലാണെങ്കിൽ ഇങ്ങനെ ഒരു കുഴൽ പോലത്തെ ഒരു ബീക്കർ എക്സ്ട്രാ വെച്ചിട്ടുണ്ട്, ഇതിനെ കണക്ട് ചെയ്തിട്ട്. ഇതിനകത്ത് കുറേ വെള്ളപ്പൊടി കാണാം അല്ലേ? ഇത് കാൽഷ്യം ഓക്സൈഡ് ആണ്. മിസ്സേ, എന്തിനാ കാൽഷ്യം ഓക്സൈഡ്? അങ്ങനെ ഒരാളെ ഞാൻ ഈ ഇക്വേഷനിൽ കണ്ടില്ലല്ലോ. കാൽഷ്യം ഓക്സൈഡ് ഇല്ല, കാൽഷ്യം ഓക്സൈഡ് വേണ്ട റിയാക്ടന്റ്. കാൽഷ്യം ഓക്സൈഡ് ഇവിടെ നമ്മുടെ റിയാക്ടന്റ് അല്ല, അതുകൊണ്ടാണ് നിങ്ങൾ ഇക്വേഷനിൽ കാണാത്തത്. പക്ഷെ നമ്മൾ കാൽഷ്യം ഓക്സൈഡ് ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. എന്തിനാണെന്നറിയോ? അതായത് ഞാൻ പറഞ്ഞു, ഇവിടെ അമോണിയം വാട്ടറും, രണ്ടും വാട്ടർ വേപ്പേഴ്സ് അമോണിയം കൂടിയാണ് വരുന്നത്. രണ്ടിനെയും കുറച്ച് നേരത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും കൂടെ അങ്ങ് റിയാക്ട് ചെയ്ത് കളയും. അങ്ങനെ റിയാക്ട് ആയി കഴിഞ്ഞ് കഴിഞ്ഞാലോ ഇവർ രണ്ടുപേരും കൂടെ ഇങ്ങനെ അമോണിയം അയോൺസും ഹൈഡ്രോക്സൈഡ് അയോൺസും ആയിട്ട് മാറും. അങ്ങനെയോ അത് ഒഴിവാക്കാൻ വേണ്ടി, അവർ തമ്മിൽ റിയാക്ട് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കാൽഷ്യം ഓക്സൈഡ് ഇട്ടത്. അതായത് ഈ സ്വർഗത്തിലെ കട്ടുറുമ്പ് എന്ന് പറയില്ലേ, ഈ പറയുന്ന അമോണിയം NH3ക്കും അതുപോലെ NH3 അമോണിയ എന്ന് പറയുന്ന സാധനം വാട്ടറിൽ ഭയങ്കര സോല്യൂബിൾ ആവുന്ന സബ്സ്റ്റൻസ് ആണ്. അതായത് ഇവർ തമ്മിൽ ഭയങ്കര ഇഷ്ടത്തിലാണ്. അപ്പം ഇവർ തമ്മിൽ ഇഷ്ടത്തിലായതുകൊണ്ട് തന്നെ ഇവർ ഇങ്ങനെ അധികം നേരം ഇവരെ ഇങ്ങനെ കോണ്ടാക്റ്റിൽ വെക്കാൻ പറ്റില്ല, ഇവർ റിയാക്ട് ചെയ്ത് കളയും. അതുകൊണ്ട് തന്നെ സ്വർഗത്തിലെ കട്ടുറുമ്പ് എന്ന് പറയുന്ന പോലെ ഒരു കാരണവരെ, ഒരു ബോഡി ഗാർഡിനെ ഞാൻ ഏൽപ്പിക്കും. അയാളാണ് എൻ്റെ കാൽഷ്യം ഓക്സൈഡ്. അപ്പം കാൽഷ്യം ഓക്സൈഡ് ഇങ്ങനെ ഒരു ഫണലിൽ ഞാൻ വെച്ചിട്ടുണ്ടാവും. ഈ ഫണലിൻ്റെ പേരാണ് ഡ്രൈയിങ് ടവർ എന്ന്. അതായത് കാൽഷ്യം ഓക്സൈഡിൻ്റെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമോണിയയിലുള്ള വാട്ടർ, അതായത് മോയ്സ്ചർ, നമ്മുടെ മോയ്സ്ചർ എന്ന് പറയുന്ന സാധനം വാട്ടറാണ്. വാട്ടർ കണ്ടൻസിന് ഇത് അബ്സോർബ് ചെയ്ത് എടുക്കും. വാട്ടർ കണ്ടൻസിനെ അതിനെ അബ്സോർബ് ചെയ്യും. അമോണിയയിലുള്ള വാട്ടറിന് ഇത് അബ്സോർബ് ചെയ്യും. അങ്ങനെ വരുമ്പോൾ നമുക്ക് പ്യുവർ ആയിട്ടുള്ള അമോണിയ ഇവിടെ വന്ന് കളക്റ്റ് ആവും. ഇതാണ് ഗ്യാസ് ജാർ. ഇതാണ് നമ്മുടെ ഗ്യാസ് ജാർ. ഈ ഗ്യാസ് ജാറിൽ വന്ന് അമോണിയ വന്ന് കളക്റ്റ് ആകും. ഇതാണ് നമ്മുടെ ലബോറട്ടറി സെറ്റപ്പ് ഫോർ അമോണിയ പ്രിപ്പറേഷൻ. ഓക്കെ, ആദ്യം നമ്മൾ എന്താ എടുക്കണേ? ഇവിടെ എടുക്കുന്നത് നമ്മളുടെ കാൽഷ്യം, അതായത് അമോണിയം NH4ഉം അതുപോലെ തന്നെ അമോണിയം ക്ലോറൈഡും അതുപോലെ തന്നെ നമ്മളുടെ കാൽഷ്യം ഹൈഡ്രോക്സൈഡുമാണ് നമ്മൾ എടുക്കുന്നത്. അതിൻ്റെ ഒരു മിക്സ്ചറാണ് ഈ എടുത്തേക്കണത്. അതിനെ ഹീറ്റ് ആകുമ്പോൾ അമോണിയം അതുപോലെ തന്നെ വാട്ടറിൻ്റെ വേപ്പേഴ്സും കൂടെ വരും. ആ വേപ്പേഴ്സ് നമ്മൾ മറ്റൊരു ജാറിൽ കണക്റ്റ് ആകും. എന്നിട്ട് ആ വേപ്പേഴ്സിനെ നമ്മൾ ഈ ഡ്രൈയിങ് ടവർ, ഇതിനെ പറയുന്നതാണ് ഡ്രൈയിങ് ടവർ.
ഡ്രൈയിങ് ടവറിലൂടെ കടത്തിവിടും. എന്തിനാണ്? ഡ്രൈയിങ് ടവറിൻ്റെ ഉള്ളിൽ കാൽഷ്യം ഓക്സൈഡ് ഉണ്ടാവും. കാൽഷ്യം ഓക്സൈഡ് സോൾട്ട് ഈ പറയുന്ന അമോണിയയിലുള്ള വാട്ടർ കണ്ടൻസിനെ, മോയ്സ്ചറിനെ അബ്സോർബ് ചെയ്തെടുക്കും. അങ്ങനെ ഫൈനലി നമുക്ക് ഗ്യാസ് ജാറിൽ അമോണിയ, പ്യുവർ ആയിട്ടുള്ള അമോണിയനെ നമുക്ക് ഈ ഗ്യാസ് ജാറിൽ കൊണ്ടുവന്ന് കളക്ട് ആക്കാൻ പറ്റും. ഇനി ഈ പിക്ചറിലേക്ക് സൂക്ഷിച്ചു നോക്ക്. ഇത് ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൻ്റെ പിക്ചറിലേക്ക് സൂക്ഷിച്ചു നോക്ക്. അതിനകത്ത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഈ ഗ്യാസ് ജാറ് ഞാൻ ഇൻവേർട്ട് ചെയ്താൽ വെച്ചേക്കണേ. അതായത് സാധാരണ ഇത് കണ്ടു, ഒരു ഗ്രീൻ കളർ സംഭവം, ഒരു സിൽവർ കളറിന്റെ സംഭവം കണ്ടു ഇവിടെ ക്യാപ്പ്. നിങ്ങൾക്ക് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയാലും ആ ഗ്യാസ് ജാറ് ഇൻവേർട്ട് ചെയ്താൽ വെച്ചേക്കണം, അതായത് തിരിച്ച വെച്ചേക്കണം. ഇങ്ങനെയാണ് ഗ്യാസ് ജാറ് വരേണ്ടത്, ഇങ്ങനെയാണ് ഗ്യാസ് ജാർ ഇരിക്കേണ്ടത്. ഈ ഗ്യാസ് ജാറിനെ ഞാനിവിടെ ഈ എക്സ്പെരിമെന്റൽ സെറ്റപ്പിൽ ഞാൻ ചെയ്തേക്കണത് തിരിച്ചു വെച്ചേക്കുവാണ്, ഇങ്ങനെ വെച്ചേക്കുവാണ്. അതെന്തുകൊണ്ടാണ് ഞാൻ ഇതിനെ തിരിച്ചു വെച്ചേക്കണം ഗ്യാസ് ജാറിനെ? അതെന്തുകൊണ്ടാണ്? നമ്മളെപ്പോഴും അമോണിയം ഗ്യാസ് കളക്ട് ചെയ്യുമ്പോൾ തിരിച്ചു വെച്ചിട്ടാണ് കളക്ട് ചെയ്തത്, ഇൻവേർട്ട് ചെയ്താണ് കളക്ട് ചെയ്യുന്നത്. കാരണം അമോണിയ നമ്മുടെ അറ്റ്മോസ്ഫിയർ എയറിനെ സംബന്ധിച്ചോളം വളരെ ലോ ഡെൻസിറ്റിയാണ്. അപ്പോൾ പുള്ളിക്കാരന് നേരെ നിവർത്തി ഒരു കുത്തനെയുള്ള ഗ്ലാസ്സിൽ ഓപ്പൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ സൗകര്യത്തിനനുസരിച്ച് അവിടെ ഇവിടെയൊക്കെ പാറി പറന്ന് പോകും. അപ്പോൾ വേഗം അത് സ്പ്രെഡായി പോകും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളതിനെ ഇൻവേർട്ട് ചെയ്ത് ക്ലോസ് ആക്കി വെക്കുന്നത്. കാരണം ഒരു ഗ്യാപ്പ് കിട്ടിയാൽ പുള്ളി എസ്കേപ്പ് ആവും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇതിനെ കളക്ട് ചെയ്യുന്നത് ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഒരു ഗ്യാസ് ജാറിനകത്തായിരിക്കും. കാരണം അമോണിയയുടെ ഡെൻസിറ്റി കുറവാണ്, അതുകൊണ്ടാണ്. അപ്പം ഇതാണ് നമ്മുടെ ലബോറട്ടറി സെറ്റപ്പ്. ഇനി നമുക്ക് മറ്റൊരു രസകരമായ വേറൊരു എക്സ്പെരിമെൻറ്റും കാണാം. ഇതും ഇൻഡസ്ട്രിയിലല്ല, നമ്മുടെ ലബോറട്ടറി സെറ്റപ്പ് തന്നെയാണ്. ഇതിനെ അമോണിയം ഫൗണ്ടെയിൻ എന്നാണ് പറയുന്നത്. ഇത് എത്ര പേർക്ക് അറിയുമെന്ന് അറിയില്ല, പക്ഷേ യൂട്യൂബിൽ അല്ലെങ്കിൽ വേറെ പ്ലാറ്റ്ഫോമിലൊക്കെ ഈ രസകരമായ എക്സ്പെരിമെൻറ്റ് കാണിച്ചിട്ടുണ്ട്. നല്ല രസമാണ് കണ്ടിരിക്കാൻ. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഒരു ബീക്കറിനകത്ത്, ഇവിടെ കണ്ടോ, ഒരു ബീക്കറിനകത്ത് ഞാൻ കുറച്ച് വാട്ടറും അതുപോലെ തന്നെ ഫിനോഫ്തലീനും ഒഴിച്ച് മിക്സ് ചെയ്തേക്കണം. വാട്ടറിൻ്റെയും ഫിനോഫ്തലീൻ്റെയും മിക്സ്ചർ ഞാൻ എടുക്കും. ഫിനോഫ്തലീൻ എന്ന് പറയുന്ന ഒരു കളർലെസ് സാധനം. ആൻഡ് നമ്മുടെ കെമിസ്ട്രിക്കാർക്ക് അതൊരു ഇൻഡിക്കേറ്ററാണ്. എന്താണ് ഇൻഡിക്കേറ്റർ മക്കളെ? അതായത് നമ്മുടെ ആസിഡും ബേസും കൂടെ തിരിച്ചറിയാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സാധനം ഇൻഡിക്കേറ്റർ. എന്താണ് എന്ന് കാണിക്കുന്ന, ഇൻഡിക്കേറ്റ് ചെയ്യുന്ന സാധനം, അതാണ് ഇൻഡിക്കേറ്റർ. അപ്പോൾ ഫിനോഫ്തലിൻ എന്ന് പറയുന്ന സാധനം ഇവിടെ എഴുതി തരാം. ഫിനോഫ്തലിൻ എന്ന് പറയുന്ന സാധനം ബേസിലാണെങ്കിൽ, ബേസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ആൽക്കലി ആണെങ്കിൽ, നമ്മൾ എടുത്തേക്കുന്ന വസ്തു ഒരു ആൽക്കലി ആണെങ്കിൽ പിങ്ക് കളർ കാണിക്കും. എന്ത് കളർ കാണിക്കും? പിങ്ക് കളർ. ബാർബി പിങ്ക്, പിങ്ക് കളർ കാണിക്കും. അതേസമയം നമ്മൾ എടുത്തേക്കുന്ന ഒരു ആസിഡ് ആണെങ്കിൽ അത് കളർലെസ് ആയിരിക്കും, ഒരു കളറും കാണിക്കില്ല, വെള്ളം പോലെ ഇരിക്കും. ശരിക്കും ഫിനോഫ്തലിൻ ആ ഫിനോഫ്തലിൻ്റെ ബോട്ടിൽ ശരിക്കും ഫിനോഫ്തലിനെ കാണാൻ കളറൊന്നുമില്ല. അത് കളർ കാണിക്കണമെങ്കിൽ, പിങ്ക് കളർ കാണിക്കണമെങ്കിൽ അത് ഒരു ബേസ് ആയിരിക്കണം. അതായത് എന്തെങ്കിലും ഒരു ബേസ് നമ്മൾ ആഡ് ചെയ്ത്, ഏതെങ്കിലും ഒരു ആൽക്കലി സൊല്യൂഷനിൽ ഈ പറയുന്ന ഫിനോഫ്തലിൻ 2 ഡ്രോപ്സ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സാധനം എന്തായിരിക്കും? അതൊരു പിങ്ക് കളർ കാണിക്കും. പക്ഷെ ആസിഡിൽ അത് കളർലെസ് കാണിക്കും. അതുപോലെ തന്നെ ന്യൂട്രൽ ആയിട്ടുള്ള സബ്സ്റ്റൻസ് വെള്ളത്തിലും അത് കളർലെസ് തന്നെയായിരിക്കും. ഞാൻ pH സ്കെയിൽ പറഞ്ഞില്ലായിരുന്നു? അതായത് ഒരു pH സ്കെയിൽ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ 7, അതാണ് നിങ്ങളുടെ ന്യൂട്രൽ. ആ 7 ഇങ്ങോട്ട് പോകുമ്പോൾ, അതായത് 8, 9, 10 അങ്ങോട്ട് പോകുമ്പോൾ അത് ആസിഡും, അതുപോലെ 7 താഴത്തേക്ക് പോകുമ്പോൾ 6, 5, 4 അങ്ങനെ പറഞ്ഞ് 1 വരെ നിങ്ങൾ താഴത്തേക്ക് പോകുമ്പോൾ അത് ആസിഡുമാണ്. ഓക്കെ, അപ്പോൾ ആസിഡ് സബ്സ്റ്റൻസിൽ ഫിനോഫ്തലിൻ കളർലെസ് ആയിരിക്കും. അതുപോലെ ഈ പറയുന്ന ബേസിക് ആണെങ്കിൽ അത് പിങ്ക് കളറും കാണിക്കും. ഇനി ഇങ്ങോട്ടേക്ക് വരാം. എക്സ്പെരിമെന്റിൽ നമ്മളിവിടെ എടുത്തേക്കുന്നത് വാട്ടറാണ്. വാട്ടർ ഒരു ന്യൂട്രലാണ്. ന്യൂട്രലിലും ഫിനോഫ്തലിൻ കാണിക്കുന്നത് കളർലെസ് ആയിട്ട് തന്നെയാണ്. അപ്പോൾ വാട്ടറിൽ ഫിനോഫ്തലിൻ മിക്സ് ചെയ്ത് നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് ഒരു ട്യൂബ് പോകണ്ടല്ലേ, കാണാവോ? ഞാൻ വേറൊരു കളർ എടുക്കാം. ഓക്കെ, ഇവിടെ നിന്ന് ഒരു ട്യൂബ് പോകണ്ടല്ലേ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഞാൻ ഈ ഒരു ട്യൂബിനെയാണ്, ഇത് നമ്മളുടെ ഒരു ചേംബറിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ പോകുന്നുണ്ട്, ഇങ്ങനെ അറ്റം വരെ പോകുന്നുണ്ട് ഈ ട്യൂബ്. ഇതിനെ നമ്മൾ ജെറ്റ് ട്യൂബ് എന്ന് വിളിക്കും. ജെറ്റ് ട്യൂബ് ഏതാണ്? JET, ജെറ്റ് ട്യൂബ്. എന്താണ് ഈ ജെറ്റ് ട്യൂബ്? ഒന്നുമല്ല,
നമ്മളെ ജെറ്റില്ലേ, ടൊക്ക 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 എന്ന് പറഞ്ഞ് പോണ സാധനം, ആ സാധനം, അതായത് ഹൈ പ്രഷറിൽ ഈ വാട്ടറിനെ അടിച്ച് മുകളിലേക്ക് കയറ്റാൻ വേണ്ടി, ഒരു മോട്ടർ പോലെ, മോട്ടറിന്റെ കുഴൽ പോലെ ഹൈ പ്രഷറിൽ മുകളിലേക്ക് അടിച്ച് കയറ്റാൻ വേണ്ടി, അതിനെയാണ് ജെറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ജെറ്റ് ട്യൂബ് യൂസ് ചെയ്യുന്നത് അതുകൊണ്ടാണ്. അപ്പം ഈ പറയുന്ന വാട്ടറിനെ മുകളിലേക്ക് നല്ല ഇതിൽ പമ്പ് ചെയ്ത് കയറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ജെറ്റ് ട്യൂബ് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ഈ എടുത്തേക്കണ സാധനം നോക്കിക്കേ, ഇതൊരു റൗണ്ട് ബോട്ടം ഫ്ലാസ്ക് ആണ്. അതിനെ നമ്മൾ ഇൻവേർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഈ റൗണ്ട് ബോട്ടം ഫ്ലാസ്കിനകത്ത് കംപ്ലീറ്റ്ലി നമ്മൾ NH3 ഗ്യാസ് ആണ് നിറച്ചേക്കുന്നത്. എന്താണ്? NH3 ഗ്യാസ് ആണ് നിറച്ചേക്കുന്നത്. അമോണിയം ഗ്യാസ് നമ്മൾ നിറച്ചേക്കുകയാണ്. ഇമേജിൽ എഴുതിയിട്ടുണ്ട്, പക്ഷെ ഞാനൊന്ന് സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് എഴുതിയെന്നുള്ളൂ. അപ്പോൾ അമോണിയം ഗ്യാസ് ആണ്. ഞാനൊരു റൗണ്ട് ബോട്ടം ഫ്ലാസ്ക് വെച്ചു, അതിന് ഞാനൊരു കോർക്ക് യൂസ് ചെയ്ത് അടച്ചു വെച്ചിട്ടുണ്ട്. കാരണം അമോണിയ ലെസ് ഡെൻസർ ആയതുകൊണ്ട് തരം കിട്ടി അവൻ പുറത്തേക്ക് ഓടിക്കളയും. അതുകൊണ്ട് ഞാൻ അവനെ അടച്ചു വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് ഒരു ജെറ്റ് ട്യൂബ് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. ആ ജെറ്റ് ട്യൂബിൻ്റെ എൻഡ് വന്ന് മുട്ടിയേക്കുന്നത് ഒരു ബീക്കറിൽ. ആ ബീക്കറിനകത്ത് ആരിയിരിക്കുന്ന വാട്ടറും ഫിനോഫ്തലീനുമാണ്. ആൻഡ് എന്നിട്ട് ഫൈനലി ഞാൻ ഒരു സിറിഞ്ച് യൂസ് ചെയ്തുകൊണ്ട് ഈ വെള്ളത്തെ അതിൻ്റെ ഉള്ളിലേക്ക് ഇൻജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ്? വെള്ളമില്ലേ, നമ്മുടെ സിറിഞ്ച് യൂസ് ചെയ്തുകൊണ്ട് വെള്ളവും പറയുന്ന ഈ മിക്സ്ചർ ഒരു സിറിഞ്ച് യൂസ് ചെയ്തുകൊണ്ട്, വാട്ടറും അതുപോലെ തന്നെ ഫിനോഫ്തലീനും ഉള്ള മിക്സ്ചർ ഞാൻ ഇതുപോലെ ഈ സിറിഞ്ചിൽ ഞാൻ ഒരു സിറിഞ്ച് യൂസ് ചെയ്തുകൊണ്ട്, ഒരു സിറിഞ്ചാണ് അത് യൂസ് ചെയ്തുകൊണ്ട് ഈ പറയുന്ന റൗണ്ട് ബോട്ടം ഫ്ലാസ്ക്, ഈ ഷേപ്പിലിരിക്കുന്ന റൗണ്ട് ബോട്ടം ഫ്ലാസ്കിൻ്റെ ഉള്ളിലേക്ക് ഞാൻ ഇൻസേർട്ട് ചെയ്യാണ്. ഈ റൗണ്ട് ബോട്ടം ഫ്ലാസ്കിനുള്ളിൽ ആരാ ഉള്ളത്? നമ്മുടെ അമോണിയം ഗ്യാസ്. അങ്ങനെയാണെങ്കിൽ കുറച്ച് നേരം കഴിയുമ്പോൾ ഞാൻ ഈ വെള്ളത്തിൻ്റെയും ഫിനോഫ്തലിൻ്റെയും മിക്സ്ചർ ഈ റൗണ്ട് ബോട്ടം ഫ്ലാസ്കിൻ്റെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഇവിടെ കണ്ടോ, നിങ്ങൾക്കൊരു പിങ്ക് കളർ കാണാൻ പറ്റുന്നില്ലേ? ഈ പറയുന്ന റൗണ്ട് ഗ്ലാസിൻ്റെ ഉള്ളിൽ ആദ്യം നമ്മൾ നോക്കുമ്പോൾ ഒന്നും കാണാൻ പറ്റില്ല. അമോണിയം ഗ്യാസ് ഉണ്ട്, പക്ഷെ അത് കളർലെസ് ആണ് ആ ഗ്യാസ്, അപ്പോൾ ഒന്നും കാണാൻ പറ്റില്ല. പക്ഷെ കുറച്ച് നേരം കഴിയുമ്പോൾ ഈ വെള്ളവും ഇതിൻ്റെയും ആ മിക്സ്ചർ അതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ ഒരു പിങ്ക് നിറം വരും അതിനകത്തേക്ക്. അപ്പോൾ നമുക്ക് എന്താണെന്ന് പറഞ്ഞത്, ഇത് ജെറ്റ് ട്യൂബ് വഴി ഇങ്ങനെ കയറും. ഈ വെള്ളം ഇതുപോലെ വാട്ടറും ഫിനോഫ്തലീൻ പോലത്തെ ഈ വെള്ളം ഇതിനുള്ളിലേക്ക്, അതായത് ഈ പറയുന്ന റൗണ്ട് ബോട്ടം ഫ്ലാസ്കിനകത്തേക്ക് കയറുമ്പോൾ എന്തുണ്ടാവും? ഇതിനകത്ത് മൊത്തം അമോണിയം ഗ്യാസ് ആണ്. അമോണിയ ഗ്യാസ് ആയതുകൊണ്ട് തന്നെ ഈ വെള്ളം, അതായത് ഫിനോഫ്തലീനും അതുപോലെ വാട്ടറും കണ്ടെയ്ൻ ചെയ്യുന്ന ആ മിക്സ്ചർ, ഞാൻ ഇങ്ങനെ ഇത് റിപ്പീറ്റ് അടിക്കണില്ല, ഞാൻ അതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയാം, അല്ലെങ്കിൽ ആ മിക്സ്ചർ എന്ന് പറയാം. ആ മിക്സ്ചർ കയറുമ്പോൾ ആ പുറത്തേക്ക്, ആ ട്യൂബിൽ നിന്ന് ജെറ്റ് ട്യൂബ് അല്ലേ, അതത് സ്പ്രേ ചെയ്യും വെള്ളത്തെ. അപ്പോൾ ആ വരുന്ന ആ സ്പ്രേ എന്ന് പറയുന്ന ആ കളർ, ആ വരുന്ന മുകളിലേക്ക് അങ്ങനെ വരുന്ന ആ ബോട്ടം ഫ്ലാസ്കിൻ്റെ ഉള്ളിൽ വന്നിങ്ങനെ ഫൗണ്ടൻ പോലെയാണ് വെള്ളം, ആ സെറ്റപ്പാണ്, ഒരു ഫൗണ്ടൈൻ പോലെയാണ് വെള്ളം വീഴുന്നത്. ആ ഫൗണ്ടൈൻ്റെ കളർ എന്ന് പറയുന്നത് പിങ്ക് കളറായിരിക്കും. എന്ത് കളറായിരിക്കും? പിങ്ക് കളറായിരിക്കും. എന്തുകൊണ്ടാണ് ആ പിങ്ക് കളറ്? അതാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യമായിട്ട് ചോദിച്ചേക്കുന്നത്, എന്തുകൊണ്ടാണ് പിങ്ക് കളറ് വരുന്നതെന്ന്. അപ്പം ഞാൻ പറഞ്ഞു ഈ വെള്ളത്തിൻ്റെ ഉള്ളിൽ ഫിനോഫ്തലിൻ ഉണ്ടെന്ന്. ഫിനോഫ്തലിൻ എന്ത് കളർ കാണിക്കും? ബേസ് സബ്സ്റ്റൻസിൽ ഫിനോഫ്തലിൻ പിങ്ക് കളർ കാണിക്കും. അങ്ങനെ വന്നാൽ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? നമ്മുടെ ഈ അമോണിയ എന്ന് പറയുന്ന ഗ്യാസ്, അമോണിയ എന്ന് പറയുന്ന സബ്സ്റ്റൻസ് എന്താണ്? ഒരു ബേസിക് നേച്ചറുള്ള വസ്തുവാണ്. അതുകൊണ്ടാണല്ലോ ഇൻഡിക്കേറ്റർ, വാട്ടറിൽ ഫിനോഫ്തലിൻ എന്ന് പറയുന്ന ഇൻഡിക്കേറ്റർ ആഡ് ചെയ്തപ്പോൾ അത് പിങ്ക് കളർ തന്നത്. സോ അമോണിയയുടെ ബേസിക് പ്രോപ്പർട്ടിയാണ്, അതായത് ബേസിക് നേച്ചറാണ്, ബേസ് നേച്ചറാണ് ഈ എക്സ്പെരിമെന്റും കൊണ്ട് നമ്മൾ റിവീൽ ചെയ്തേക്കുന്നത്. അപ്പൊ ഇതിനെ ഫൗണ്ടൻ, അമോണിയം ഫൗണ്ടൻ എക്സ്പെരിമെന്റ് എന്നാണ് പറയുന്നത്. നല്ല രസമാണ് ഇത് കാണാൻ. നിങ്ങൾ എവിടെയെങ്കിലും സെർച്ച് ചെയ്ത് നോക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഗൂഗിളിലൊക്കെ ഇമേജ് ചെയ്യുകയാണെങ്കിൽ, യൂട്യൂബിലൊക്കെ നോക്കുകയാണെങ്കിൽ ഇതിന്റെ എക്സ്പെരിമെന്റ്, റിയൽ ആയിട്ടുള്ള എക്സ്പെരിമെന്റ് കാണാൻ നല്ല ഭംഗിയാണ് കണ്ടുകൊണ്ടിരിക്കാൻ. അപ്പോൾ ഇതാണ് നിങ്ങളുടെ അമോണിയം ഫൗണ്ടൻ എക്സ്പെരിമെന്റ് എന്നാണ് ഇതിനെ പറയുന്നത്. ടെക്സ്റ്റിൽ അത് എഴുതിയിട്ടില്ല, പക്ഷെ ഇതിനെ അങ്ങനെയാണ് വിളിക്കുന്നത്. ഇതാണ് അതിൻ്റെ സെറ്റപ്പ്. നമ്മളിത് ബേസിക് നേച്ചർ ഓഫ് അമോണിയയുടെ നേച്ചർ എന്താ, അസിഡിക് ആണോ ബേസിക് ആണോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ക്ലിയർ അല്ലേ മക്കളെ? ഇനി അടുത്തത് നമ്മൾ ഇൻഡസ്ട്രിയിൽ എങ്ങനെയാണ് അമോണിയ മേക്ക് ചെയ്യുന്നതെന്നാണ് നോക്കുന്നത്. അപ്പോൾ ഞാൻ ഇത്രയും നേരം പറഞ്ഞത് ലബോറട്ടറി സെറ്റപ്പാണ്. ഇതിനകത്തുനിന്ന് അമോണിയ കിട്ടുമെങ്കിലും വളരെ കുറച്ച് ഈൽഡാണ്, അതായത് കുറച്ച് നേരമാണ് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ ഇൻഡസ്ട്രിയിൽ ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ല ഹ്യൂജ് എമൗണ്ടിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മൾ മറ്റത് നമ്മൾ
എന്തെങ്കിലും ഒരു ലബോറട്ടറിയിൽ പ്രിപ്പയർ ചെയ്യുന്ന എന്തിനാ, ആ വസ്തുവിനെ കുറിച്ച് പഠിക്കാൻ. ഇപ്പൊ തൊട്ട് മുമ്പാണെങ്കിൽ നമ്മൾ അമോണിയം ഫൗണ്ടൻ എക്സ്പെരിമെന്റ് നടത്തിയത് അമോണിയക്ക് എന്ത് നേച്ചറാന്ന് അറിയാനാണ്. അതിനൊക്കെ ചെറിയ ക്വാണ്ടിറ്റി മതി നമുക്ക്. പക്ഷേ നമുക്ക് ഇൻഡസ്ട്രിയിലാണെങ്കിൽ ഇത് ബാക്കി ഭാഗത്തേക്ക് നമുക്ക് സെല് ചെയ്ത് കൊടുക്കണം അല്ലെ. അമോണിയക്ക് ഇപ്പൊ അഗ്രികൾച്ചർ സെക്ടറിലേക്കൊക്കെ ഇത് കൊണ്ടുപോകണം. കാരണം അത് അവർക്ക് വേണ്ട ബേസിക് ആയിട്ടുള്ള അടിസ്ഥാനപരമായിട്ട് വേണ്ട ഒരു വസ്തുവാണ്, അതായത് ഒരു കെമിക്കലാണ് ഈ പറയുന്ന അമോണിയ എന്ന് പറയുന്നത്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഇതിനെ ബൾക്കായിട്ട് പ്രിപ്പയർ ചെയ്യണം അമോണിയനെ. അപ്പോൾ അങ്ങനെ അമോണിയനെ ഇൻഡസ്ട്രിയിൽ പ്രിപ്പയർ ചെയ്യുന്ന മെത്തേഡ് ഉണ്ട്. ആൻഡ് ആ മെത്തേഡ് നമ്മൾ വിളിച്ച പേരാണ് ഹേബർ പ്രോസസ്. അമോണിയനെ ഇൻഡസ്ട്രിയലി പ്രിപ്പയർ ചെയ്യുന്ന മെത്തേഡിനെ വിളിച്ച പേരാണ് ഹേബർ പ്രോസസ് എന്ന്. ആൻഡ് അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു നൈട്രജൻ മോളിക്യൂൾ എടുക്കും, നൈട്രജൻ എടുക്കും, അതുപോലെ തന്നെ അതിനേക്കാളും 3 മടങ്ങ് ഹൈഡ്രജനും എടുക്കും. നൈട്രജൻ ഗ്യാസ് അതുപോലെ ഹൈഡ്രജനും കൂടി എടുക്കും. എന്നിട്ട് ഇവർ രണ്ടുപേരെയും ഹൈ പ്രഷറിൽ, അതായത് ചുമ്മാ ഒരു നൈട്രജനും ഹൈഡ്രജനും ഇങ്ങനെ കണ്ടുകൊണ്ട് നിന്നപ്പോൾ ഒരു അമോണിയ ഉണ്ടാവില്ല. അതായത് ഹൈ പ്രഷർ ഇവർക്ക് കൊടുക്കുമ്പോഴാണ് ഇവിടെ നൈട്രജനും അതുപോലെ തന്നെ ഹൈഡ്രജനും കൂടെ എന്താകുക, റിയാക്ട് ചെയ്തിട്ട് നമുക്ക് അമോണിയ കിട്ടും. അതിൻ്റെ കൂടെ ഒരാളും കൂടെ വരും, എന്താണ്, ഹീറ്റാണ്. നമ്മൾ പ്രൊഡക്റ്റിന്റെ സൈഡിൽ ഹീറ്റ് കണ്ടു കഴിഞ്ഞാൽ, അതായത് നിങ്ങളൊരു കെമിക്കൽ റിയാക്ഷൻ എഴുതുമ്പോൾ അതിന്റെ പ്രൊഡക്റ്റ് സൈഡിൽ നിങ്ങൾക്ക് ഹീറ്റ് കണ്ടു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ആ വസ്തു, അതായത് ആ റിയാക്ഷൻ എക്സോതെർമിക് ആണെന്നാണ്. എന്താണ്, എക്സോതെർമിക് ആണ്. കെമിക്കൽ റിയാക്ഷൻസ് വിച്ച് പ്രൊഡ്യൂസസ് ഹീറ്റ്, അതിനെയാണ് നമ്മൾ എക്സോതെർമിക് എന്ന് വിളിക്കുന്നത്. അതുപോലെ ഹീറ്റ് ആവശ്യമായിട്ട്, ഹീറ്റ് യൂസ് ചെയ്തുകൊണ്ട് ചെയ്യുന്ന, അതായത് ഹൈ ഹീറ്റിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കെമിക്കൽ റിയാക്ഷൻ, അതായത് റിയാക്ടൻ സൈഡിൽ ഹീറ്റ് ആവശ്യമായിട്ട് വരുന്ന കെമിക്കൽ റിയാക്ഷൻസ് ആണ് എൻഡോതെർമിക് എന്നുകൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പൊ ഇവിടെ പ്രൊഡക്റ്റ് സൈഡിലാണ് ഹീറ്റ്, അതായത് ഹീറ്റ് ഇത് പുറപ്പെടുവിക്കും. ഹൈ പ്രഷറിൽ ഒരു നൈട്രജനും ഹൈഡ്രജനും കൂടെ റിയാക്ട് ചെയ്യുമ്പോൾ അമോണിയ മാത്രമല്ല, അത് വളരെ നല്ല എമൗണ്ടിൽ ഒരു ഹീറ്റും കൂടെ പുറപ്പെടുവിക്കും. ഇത് ഹൈ ക്വാണ്ടിറ്റിയിലാണ് വരുന്നത്. അപ്പോൾ ആ ഹീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും കൂടുതൽ ഹീറ്റ് ആയിരിക്കും. ആൻഡ് ആ പ്രോസസ്സിനെ വിളിച്ച പേരാണ് ഹേബർ പ്രോസസ്. ഹേബർ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ആണ് കണ്ടുപിടിച്ചത്. അതുകൊണ്ട് തന്നെ അമോണിയ ഉണ്ടാക്കുന്ന, അമോണിയയുടെ പ്രിപ്പറേഷൻ ഓഫ് അമോണിയ എന്നത് അത് എന്ത് പ്രോസസ്സാണെന്ന് വെച്ചാൽ ആ പ്രോസസ്സിനെ നമ്മൾ വിളിച്ച പേരാണ് ഹേബർ പ്രോസസ് എന്ന്. ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന 2 റിയാക്റ്റൻ്റ് ആണല്ലോ ഈ പറയുന്ന ഈ പറയുന്ന നൈട്രജനും അതുപോലെ തന്നെ നമ്മുടെ ഹൈഡ്രജനും. അതായത് ഈ പറയുന്ന നൈട്രജൻ എന്ന് പറയുന്ന വസ്തു, അതായത് നൈട്രജൻ നമുക്ക് അറ്റ്മോസ്ഫിയറിക് എയറിൽ ഭയങ്കര കൂടുതലായിട്ടുള്ള ഒരു സാധനമാണ്. അതായത് അറ്റ്മോസ്ഫിയറിക് എയറിൽ കാർബൺ ഡൈ ഓക്സൈഡ് അങ്ങനെ പറഞ്ഞ് കുറെ കണ്ടൻസ് ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. അപ്പോൾ ഓക്സിജനേക്കാളും കാർബൺ ഡൈ ഓക്സൈഡിനേക്കാളും ഒക്കെ വളരെ കൂടുതലായിട്ട് അറ്റ്മോസ്ഫിയറിക് എയറിൽ ഏറ്റവും കൂടുതലായിട്ട് കോമൺ ആയിട്ടുള്ള എലിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൈട്രജൻ ആണ്. അപ്പോൾ ഈ നൈട്രജൻ നമുക്ക് കിട്ടുന്നത് ഈ പറയുന്ന അറ്റ്മോസ്ഫിയറിക് എയറിൽ നിന്നാണ്. അതുപോലെ തന്നെ ഹൈഡ്രജനെ നാഫ്ലിസ് എന്ന് പറയുന്ന മറ്റൊരു കോമ്പൗണ്ടിൽ നിന്ന് നമ്മൾ ഹൈഡ്രജനെ യൂസ് ചെയ്യും. എന്നിട്ട് ഇതിനെ ഹൈ പ്രഷറിൽ വെച്ച് റിയാക്ട് ചെയ്യും. ആൻഡ് ഈ ഹേബർ പ്രോസസ്സിൽ നമ്മൾ ചെയ്യുമ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ഒരു വേറെ, ഇത് രണ്ടും കൂടാതെ റിയാക്ടൻസ് കൂടാണ്ട് വേറൊരു വസ്തുവും കൂടെ യൂസ് ചെയ്യും. ഇത് ഹൈ പ്രഷറിലാണ്. അപ്പോൾ ഇത് ആക്ടിവേഷൻ എനർജി ഇതിൻ്റെ ഭയങ്കര കൂടുതലാണ്, കുറേ നേരം എടുക്കും. പക്ഷെ അത്ര നേരത്തെ നമുക്ക് കളയാനില്ല. അപ്പോൾ ഇതിൻ്റെ ആക്ടിവേഷൻ എനർജി കുറയ്ക്കാൻ വേണ്ടി നമ്മളിവിടെ ഒരു കാറ്റലിസ്റ്റ് ആഡ് ചെയ്യും. ആൻഡ് ആ കാറ്റലിസ്റ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് സ്പോഞ്ച് അയേൺ ആണ്. അതായത് അയേണിന് കുറേ വെറൈറ്റീസ് ഉണ്ട്. സോ സ്പോഞ്ച് അയേൺ ആണ് നമ്മളിവിടെ കാറ്റലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇങ്ങനെ യൂസ് ചെയ്യുന്ന അമോണിയ, ഇത് കൊണ്ട് നമുക്ക് ഉണ്ടാവുന്ന ഈ അമോണിയ എന്ന് പറയുന്നത് വേപ്പർ സ്റ്റേറ്റിൽ, ഒരു ഗ്യാസ് സ്റ്റേറ്റിലായിരിക്കും ഉണ്ടാവുന്നത് ഈ പറയുന്ന അമോണിയ. അപ്പോൾ എന്താ ഉണ്ടാവണം, ഈ ഗ്യാസിലുള്ള അമോണിയനെ നമ്മൾ ലിക്വിഫൈ ചെയ്യും. ഹൈ പ്രഷറും ടെമ്പറേച്ചറും യൂസ് ചെയ്തതിനെ ഈ ഗ്യാസിനെ എല്ലാം കൂടെ കണ്ടൻസ് ചെയ്ത് നമ്മൾ ലിക്വിഫൈ ചെയ്യും. അതിനെയാണ് ലിക്വിഡ് അമോണിയ എന്ന് പറയുന്നത്. ആൻഡ് ഹൈ കോൺസെൻട്രേഷനിലാണെങ്കിൽ ഇതിനെ ലിക്വിഡ് അമോണിയ എന്നും കൂടെ പറയും. ഹൈ പ്രഷറിൽ വെച്ചിട്ട് നമ്മൾ ഈ ഒരു അമോണിയനെ നമ്മൾ എന്ത് ചെയ്യും, ഹൈ പ്രഷറിൽ ഇതിനെ നമ്മൾ ഗ്യാസ് ആയിട്ടായിരിക്കും കിട്ടുക. അത് നമ്മൾ ഹൈ പ്രഷറും കൊണ്ട് അതിനെ ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് ആകും. അങ്ങനെ ലിക്വിഫൈഡ് ചെയ്യുന്ന അമോണിയനെയാണ് നമ്മൾ ലിക്വിഡ് അമോണിയ എന്ന് പറയുന്നത്. അതാണ് നമ്മൾ ആപ്ലിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഹേബർ പ്രോസസ്സിലൂടെ നമ്മൾ ഉദ്ദേശിച്ചത്. ഇനി നമുക്ക് അമോണിയയുടെ കുറച്ച് യൂസസ് കാണാം.
കുറെ നേരമൊക്കെ അമോണിയ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നു. സോ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്, അതിന്റെ യൂസസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അമോണിയനെ ബേസിക്കലി പ്രിപ്പറേഷൻ ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്, കണ്ടോ, കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്, അതായത് അമോണിയം സൾഫേറ്റ്, അമോണിയം ഫോസ്ഫേറ്റ്, യൂറിയ പോലത്തെ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന പ്രധാന ഘടകമാണ് ഈ പറയുന്ന അമോണിയ എന്ന്. പിന്നെ റെഫ്രിജറന്റ് ആയിട്ട് നമ്മൾ ഈ പറയുന്ന അമോണിയനെ യൂസ് ചെയ്യും. പിന്നെ ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് ആർട്ടിഫിഷ്യൽ ഫൈബേഴ്സ് സച്ച് ആസ് നൈലോൺ റയോണിനൊക്കെ ഇല്ലേ, നൈലോൺ സിൽക്സ് എന്നൊക്കെ പറയില്ലേ, ഫാബ്രിക്, ആ നൈലോണിന്റെ ആർട്ടിഫിഷ്യൽ പ്രൊഡക്ഷന് വേണ്ടിയിട്ട്, അതായത് അതിന്റെ പ്രൊഡ്യൂസ് ചെയ്യാൻ, ഈ നൈലോൺ എന്ന് പറയുന്ന സാധനം ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉണ്ടാകുന്നത്, അതായത് ജൂട്ട് പോലത്തെ കോട്ടൺ ഒക്കെ പോലത്തെ വസ്തുവല്ല, അത് നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ട് മാൻമെയ്ഡ് ആയിട്ട് ഉണ്ടായ സാധനമാണ് ഈ നൈലോൺ എന്ന് പറയുന്നത്. അപ്പൊ നൈലോൺ റയോൺ പോലത്തെ ആർട്ടിഫിഷ്യൽ ഫൈബേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടി പ്രധാനമായിട്ടും നമ്മൾ യൂസ് ചെയ്യുന്ന സാധനമാണ് അമോണിയ എന്ന് പറയുന്നത്. ഇനി പെട്രോളിയം ഇൻഡസ്ട്രിയിൽ പെട്രോള് റിഫൈൻ ചെയ്തെടുക്കാൻ വേണ്ടി, പ്യൂരിഫൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടും നമ്മൾ അമോണിയ യൂസ് ചെയ്യും. പിന്നെ ആസ് എ മെയിൻ റോ മെറ്റീരിയൽ ഇൻ ദ ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ ഓഫ് നൈട്രിക് ആസിഡ് ബൈ ഓസ്റ്റ്വാൾഡ് പ്രോസസ്. ഇത് ഓർത്തിരുന്നോ മക്കളെ, ഈ പ്രോസസ്സ് ഓസ്റ്റ്വാൾഡ് പ്രോസസ്, അതായത് നൈട്രിക് ആസിഡ് അമോണിയ പ്രിപ്പയർ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഹേബർ പ്രോസസ് എന്ന് പറയുന്നത്. അതുപോലെ നൈട്രിക് ആസിഡ് പ്രിപ്പയർ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഓസ്റ്റ്വാൾഡ് പ്രോസസ് എന്ന് പറയുന്നത്. അപ്പൊ അതിനു വേണ്ടി നമ്മൾ നൈട്രിക് ആസിഡ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി മെയിൻ ആയിട്ട് ഒരു റിയാക്ടന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന സാധനമാണ് ഈ പറയുന്ന അമോണിയ എന്ന് പറയുന്നത്. അപ്പൊ അതിനും യൂസ് ചെയ്യും. പിന്നെ ഒരു ആപ്ലിക്കേഷൻ ആണെങ്കിൽ നമ്മൾ ഈ റബ്ബർ ഇൻഡസ്ട്രിയിലൊക്കെ ഇല്ലേ, റബ്ബർ യൂസ് ചെയ്ത് എന്തെങ്കിലും ഉണ്ടാക്കുന്ന പാവയാവാം, അല്ലെങ്കിൽ ഫിംഗർ ടിപ്സ് ആവാം, അങ്ങനെ റബ്ബറിന്റെ സാധനങ്ങളിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ആക്ച്വലി റബ്ബർ പാലിൽ നിന്നാണ് ഈ പറയുന്ന റബ്ബറിന്റെ മെറ്റീരിയൽസ് എടുക്കുന്നത്. അപ്പൊ ഈ റബ്ബർ പാല് ഹൈ ടെമ്പറേച്ചർ ഉള്ള ഒരു ഏരിയയിലൂടെയാണ് കടത്തി വിടുന്നത്. അപ്പൊ ഈ പാല് പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഇല്ലാതിരിക്കാൻ ഈ പാലിലേക്ക് അമോണിയ നമ്മൾ ആഡ് ചെയ്യും. ഈ റബ്ബർ ഇൻഡസ്ട്രിയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര അമോണിയയുടെ മണമായിരിക്കും. ഇതിന് സത്യം പറഞ്ഞ ഇത് കളർലെസ് ഗ്യാസ് ആണെങ്കിലും ഭയങ്കര പഞ്ചൻ സ്മെൽ എന്ന് പറഞ്ഞാൽ മൂക്കിലേക്ക് തുളച്ച് കയറുന്ന ഒരു വൃത്തികെട്ട മണമാണ് ഇതിന്. അതാണ് ഈ അമോണിയയുടെ സ്മെൽ എന്ന് പറഞ്ഞാൽ. കൃത്യമായി പറയുകയാണെങ്കിൽ നമ്മൾ ഈ ടോയ്ലറ്റിൽ പോകുമ്പോൾ ടോയ്ലറ്റിന്റെ അവിടെ നിന്ന് ഒരു വാസന വരില്ലേ, എന്ത് ഭംഗിയാണല്ലേ, ആ മണമാണ് ഈ പറയുന്ന അമോണിയയ്ക്കുള്ളത്, കൃത്യമായി പറഞ്ഞാൽ. അപ്പോൾ അമോണിയയുടെ സ്മെല്ലാണ് അത്രയൊരു വൃത്തികെട്ട മണമാണ് ഈ അമോണിയയ്ക്കുള്ളത്. കുറേ നേരം ശ്വസിച്ചാൽ തലവേദന ഉണ്ടാവും. ഈ സാധനമാണ് റബ്ബർ പാൽ പിരിയാണ്ടിരിക്കാനൊക്കെ വേണ്ടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പം ഇത്രയും യൂസസ് ആണ് അമോണിയയിലുള്ളത്. ഇതും കൂടെ ഇത് ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് വൃത്തിയായിട്ട് ഇതുപോലെ പോയിന്റ്സ് ആയിട്ട് കൊടുത്തിട്ടുമുണ്ട്. സോ ഇത്രയൊക്കെയാണ് നമ്മൾ ഈ സെഷനിൽ കാണുന്നത്. അടുത്ത സെഷനിൽ നമുക്ക് വേറെ സാധനങ്ങളൊക്കെ ആക്കി കാണാം. താങ്ക്